അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി അജയ് കുമാർ റായെ പുറത്തെടുക്കാനുള്ള ശ്രമം ദുഷ്കരമാണെങ്കിൽ കൂടി പുതിയ ഉപകരണങ്ങൾ അവിടെ എത്തിക്കുകയാണ്. അപകട സ്ഥലത്തെത്തിയ ദൗത്യസംഘത്തിന് വെല്ലുവിളിയായത് വീണ്ടും അവിടെ പാറയിടിഞ്ഞത് തന്നെയാണ്. അപകടമുണ്ടായി ഈ ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ല എന്ന് നാട്ടുകാരുടെ ആരോപണം കൂടി ഇന്ന് പുറത്തുവന്നു. തീയതി തിരുത്തി വ്യാജരേഖയുണ്ടാക്കിയാണ് ഇത് പ്രവർത്തിച്ചത് ഇത്രയും കാലം എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ക്വാറി അടച്ചുപൂട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. കോന്നി പഞ്ചായത്തിൽ ക്വാറി ദുരന്തം ഇതാദ്യമല്ല. പുറത്തറിഞ്ഞതും അറിയാതെ പോയതുമായ സമാനമായ അപകടങ്ങൾ നിരവധി. साल से काम कर रहा है ओनर, हमको नहीं बताया वो ऐसा डेंजर है, नहीं तो मैं नहीं आना देता. बोला बहुत अच्छा काम है, दिन दिन में डिप्टी रहता है. പയ്യനാമണ്ണിലെ ചെങ്കളത്തുകാരിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമായാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിന് ചില രേഖകളും ഇവർ നിരത്തുന്നു. ഒപ്പം ഈ ദുരന്തത്തിനു കാരണം പഞ്ചായത്ത് സെക്രട്ടറിയും ജിയോളജിസ്റ്റുമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ അപകടം നടന്നിരിക്കുന്നത് ലീസ് ഏരിയയ്ക്ക് പുറത്താണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ജിയോളജിസ്റ്റാണ്. ഇന്നലെ ഇവിടെ ജിയോളജിസ്റ്റ് വന്നിട്ടാ പോയത്. അവർ കൃത്യമായിട്ട് ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അപകടം നടക്കില്ല. പാരിസ്ഥിതിക അനുമതിയില്ല. അതെ, തിരുത്തി ഒരു അനുമതിയുണ്ട്. ആ അനുമതി വെച്ചിട്ടാണ് അവർ നടത്തുന്നത്. 2026 എന്നുള്ളത് 6 തിരുത്തിയേക്കുന്നുണ്ടോ? 2024 വരെ ഉള്ളത്. ജില്ലാ കളക്ടറെയും പ്രതിക്കൂട്ടിലാക്കുന്നു നാട്ടുകാർ. ദുരന്തം മുന്നിൽ കണ്ട പരാതികൾ പലതു നൽകിയിട്ടും കളക്ടർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഇന്നാട്ടുകാരുടെ ആക്ഷേപം. ചെങ്കളം പാറമട പൂട്ടുക, ജനങ്ങളെ സംരക്ഷിക്കുക, ജയ് ജയ് സിന്ദാബാദ്. അപകടമുണ്ടായ ഈ ക്വാറിയുടെ സമീപം താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഭീതിയുടെ നിഴലിലാണ്. 50ഓളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഭയപ്പാടോടെ ജീവിതം തള്ളി നീക്കുന്നത്. പലർക്കും കിടപ്പാടം ഉപേക്ഷിച്ച ഇവിടെ നിന്നും പോകേണ്ടി വന്നു. കോന്നി പയ്യനാമണ്ണിലെ ക്വാറിയിൽ അപകടമുണ്ടായി 24 മണിക്കൂർ പിന്നിടുമ്പോഴും രക്ഷാദൗത്യം എങ്ങുമെത്താത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ശിരൂരിൽ ഒരു മലയാളിയുടെ ജീവനു വേണ്ടി ഒന്നിച്ചൊരുമിച്ച രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24.